എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ ഞാൻ പ്രോമിസ് ചെയ്ത പോലെ തന്നെ സൂപ്പിന്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. കഴിഞ്ഞ വീഡിയോസിൽ ഒരുപാട് പേര് സൂപ്പിന് വേണ്ടിയിട്ട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഇതിന് മുൻപും ഒരു 3-4 ടൈപ്പ് സൂപ്പ് ഓൾറെഡി ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് കാണാൻ മറക്കരുതേ. അതിനിപ്പോൾ വിന്ററും കൂടി ആകുമ്പോൾ പ്രത്യേകിച്ചും സൂപ്പ് ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്ത ഐറ്റമാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഇട്ടിട്ടുണ്ടായിരുന്ന ബ്രോക്കലി വെച്ചിട്ടുള്ള തോരൻ ഒരുപാട് പേര് ഉണ്ടാക്കിയിട്ട് എനിക്ക് ഫോട്ടോസ് ഒക്കെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ നിങ്ങൾ റിക്വസ്റ്റ് ചെയ്തനുസരിച്ച് ഒരുപാട് പേര് കണ്ടിട്ടില്ല കേട്ടോ. അപ്പോൾ കാണാൻ മറക്കരുത്. എനിക്കറിയാം നിങ്ങൾക്ക് തിരക്കുകൾ ഉണ്ടെന്നുള്ള കാര്യം. പിന്നെ കുറേ പേര് നോട്ടിഫിക്കേഷൻസ് വരുന്നില്ല എന്ന് ഇപ്പോഴും എൻ്റെ അടുത്ത് പറയുന്നുണ്ട്. നമ്മുടെ ചാനലിലെ മാത്രമല്ല കേട്ടോ, ഒരുപാട് എന്തൊക്കെ അറിയില്ല, യൂട്യൂബിൽ അതൊരു ഇഷ്യൂ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പം ഞാൻ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഫോളോ ചെയ്യുന്ന ചാനൽസിന് നോട്ടിഫിക്കേഷൻസ് വന്നിട്ടില്ലെങ്കിലും ഞാൻ ഡെയിലി ബേസിസിൽ അല്ലെങ്കിൽ 2 ദിവസം കൂടുമ്പോൾ കയറി കാണും. അപ്പോൾ പിന്നെ നമുക്ക് നോട്ടിഫിക്കേഷൻ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നിങ്ങളും അതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നത്. എന്തോ നിങ്ങളുടെ സൗകര്യം അതനുസരിച്ച് ചെയ്തോളൂ. അപ്പോൾ ഒട്ടും താമസിച്ചില്ല, നമുക്ക് എങ്ങനെയാണ് ടേസ്റ്റി ആയിട്ടുള്ള ബ്രോക്കലി മഷ്റൂം സൂപ്പ് തയ്യാറാക്കാം നോക്കിയിട്ട് വരാം. ഓക്കെ, അപ്പോൾ നമുക്ക് ബ്രോക്കലി മഷ്റൂം സൂപ്പ് ഉണ്ടാക്കാൻ തുടങ്ങിയാലോ? അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്നത് ഒരു 10 മഷ്റൂമാണ്. നിങ്ങൾക്ക് ഏത് ടൈപ്പ് മഷ്റൂം ആണെങ്കിലും ഉപയോഗിക്കാം. ബട്ടൺ മഷ്റൂമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ചെറിയ ബട്ടൺ മഷ്റൂം 10 എണ്ണം. അതുപോലെ തന്നെ നമ്മൾ ഇന്നലെ തോരൻ ഉണ്ടാക്കിയതിൻ്റെ ബാക്കിയുള്ള ബ്രോക്കോളി ഞാനൊരു ഇച്ചിരി ഉണ്ടായിരുന്നുള്ളൂ, ബാക്കി അതും ഇതേപോലെ തന്നെ മീഡിയം സൈസ് പീസസ് ആയിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. അത് വെള്ളത്തിൽ, മഞ്ഞൾ വെള്ളത്തിൽ ഞാൻ അന്ന് കാണിച്ചെന്ന പോലെ തന്നെ ഇട്ട് വാഷ് ചെയ്തിട്ട് എടുത്തു വെച്ചിരിക്കുന്നതാണ്. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് ഉള്ളി, അതായത് ഒരു സവാളയുടെ 1/4 ഭാഗം, പിന്നെ ഒരു 4 അല്ലി വെളുത്തുള്ളി. ഇത് രണ്ടും വളരെ നൈസായിട്ട് അങ്ങ് അരിഞ്ഞു വയ്ക്കുക. പിന്നെ ഞാനിവിടെ ഒരു പൊട്ടറ്റോൻ്റെ, അതായത് ഒരു ഉരുളക്കിഴങ്ങിൻ്റെ അരഭാഗം, ഒരു വലിയ ഉരുളക്കിഴങ്ങിൻ്റെ അരഭാഗം എടുത്തിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ട് വെള്ളത്തിൽ വേവിച്ച് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് വേണം, പക്ഷെ അത് ഓപ്ഷനിലാണ് കേട്ടോ, നിർബന്ധമൊന്നുമില്ല. ഞാനിവിടെ കോൺഫ്ലോറോ മൈദയോ ഒന്നും ഉപയോഗിക്കുന്നില്ല. അതിന് പകരമായിട്ട് പൊട്ടറ്റോ അരച്ച് ചേർക്കുകയാണ് ചെയ്യുന്നത്. പൊട്ടറ്റോ വേണ്ടാന്നുണ്ടെങ്കിൽ അതിന് പകരമായിട്ട് നിങ്ങൾക്ക് മൈദയോ കോൺഫ്ലോറോ ചേർക്കാം. അപ്പോൾ നമുക്കിത് ഇനി ഉണ്ടാക്കാൻ തുടങ്ങാം. നമ്മുടെ കടായി ചൂടാക്കാൻ വെക്കാം. മീഡിയം ഫ്ലെയിമിൽ ഞാൻ തീ വെച്ചിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ബട്ടറോ ഓയിലോ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ബട്ടറാണ് ഇടുന്നത്. അതേസമയം ബട്ടർ താല്പര്യമില്ലെങ്കിൽ ഏത് തരം ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം. ഓക്കെ, ഈ ബട്ടർ ഒന്ന് മെൽറ്റ് ആവട്ടെ. നമ്മുടെ ബട്ടർ മെൽറ്റ് ആയിട്ടുണ്ട്. അതിലോട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ സവാളയും ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇത് വഴറ്റിയതിന് ശേഷം നമുക്കതിലോട്ട് മഷ്റൂമും ബ്രൊക്കോളിയും ഇട്ട് കൊടുക്കണം. നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ ഏതെങ്കിലും ഒരു ഐറ്റം ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, മറ്റേ ഐറ്റം വെച്ച് തന്നെ തയ്യാറാക്കിയാൽ മതി. അതായത് മഷ്റൂം സൂപ്പാണെങ്കിലും ബ്രൊക്കോളി സൂപ്പാണെങ്കിലും സെയിം റെസിപ്പി തന്നെ ഫോളോ ചെയ്താൽ മതി കേട്ടോ. രണ്ടുള്ളത് കൊണ്ടാണ് ഞാൻ ഒരുമിച്ചിടുന്നത്. അപ്പോൾ മഷ്റൂം മാത്രം ഉള്ളപ്പോഴും ഞാൻ ഉണ്ടാക്കാറുണ്ട്, അതേപോലെ തന്നെ ബ്രോക്കലി മാത്രം ഉള്ളപ്പോഴും ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ അത് പ്രശ്നമൊന്നുമില്ല. ഇതിലോട്ട് നമുക്കൊരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് വാടി വരുന്ന സമയത്ത് നമുക്കിതിലോട്ട് ഇനി 2 ഐറ്റംസും ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മുടെ സവാള ഒന്ന് വാടി വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് അതിലോട്ട് മഷ്റൂമും ഇട്ട് കൊടുക്കുക, അതുപോലെ തന്നെ നമ്മുടെ ബ്രോക്കലി ഇട്ട് കൊടുക്കാം. ഇതൊരു 3 പേർക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു അളവിലാണ് ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ. ഒന്ന് വാടിയതിന് ശേഷം നമുക്കൊന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കാം. മഷ്റൂമിനാണെങ്കിലും ബ്രോക്കലിക്കാണെങ്കിലും അധികം കുക്കിംഗ് ടൈം ഇല്ല. അപ്പോൾ ഞാൻ ഈ പൊട്ടറ്റോ വേവിക്കുന്ന കൂട്ടത്തിൽ കൂടെ മഷ്റൂം ഇട്ട് വേവിച്ചിട്ടുണ്ട്. അങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട്. പക്ഷെ അങ്ങനെ ഉണ്ടാക്കുന്നതിനേക്കാളും കുറച്ചും കൂടെ ടേസ്റ്റ് കൂടുതൽ ഈ വഴറ്റിന് ശേഷം ഉണ്ടാക്കുമ്പോഴാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാനിപ്പോൾ വഴറ്റുന്നത്. ഒരു 2-3 മിനിറ്റ് നമുക്കത് അടച്ചു വെച്ചിട്ട് വന്നിട്ട് ഒന്ന് കുക്ക് ആയിക്കോട്ടെ. ഓവറായിട്ട് കുക്കാവേണ്ട ആവശ്യമില്ല, ഒരു 5 മിനിറ്റ് ഒക്കെ മതിയാവും മീഡിയം ഫ്ലെയിമിൽ കേട്ടോ. ഇതാ അപ്പോൾ നമ്മുടെ മഷ്റൂമും ബ്രോക്കലിയും നന്നായി കുക്കായിട്ടുണ്ട്. 5 മിനിറ്റ് ഞാൻ കുക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടാറിയതിന് ശേഷം നന്നായി അരച്ച് കൊണ്ടുവരാം. പൊട്ടറ്റോ ഞാൻ പറഞ്ഞില്ലേ, പൊട്ടറ്റോ അത് കുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അരയ്ക്കുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ചൂടാറിയതിന് ശേഷം ഈ ബ്രോക്കലിയും മഷ്റൂമും പ്ലസ് ഈ പൊട്ടറ്റോയും കൂടി നന്നായിട്ട് അങ്ങ് അരയ്ക്കാം. എന്താ നമ്മുടെ കൂട്ട് നന്നായിട്ട് ഞാൻ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിലോട്ട് ഞാൻ 2 ഗ്ലാസ് ചൂടുവെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടാണ് അരച്ചിട്ടുണ്ടായിരുന്നത്. അതേപോലെ തന്നെ അതിൻ്റെ കൂട്ടത്തിൽ കൂടെ 1.25 ഗ്ലാസ് ചൂടുവെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായി തിളപ്പിച്ചെടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് ആവശ്യാനുസരണം പെപ്പർ പൗഡറാണ്. ഞാനൊരു 1/4 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഇതിലോട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ റിച്ച് ആക്കണമെന്നുണ്ടെങ്കിൽ ക്രീം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ പക്ഷേ ഇതൊന്നും ചേർക്കുന്നില്ല, കാരണം പൊട്ടറ്റോ ചേർത്തുകൊണ്ട് തന്നെ നല്ല അത്യാവശ്യം തിക്നെസ് ഉണ്ട്. ഇനി ഒരുപാട് തിക്കായിട്ട് കഴിക്കണം എനിക്കിഷ്ടമില്ല, കുറച്ച് ലൂസായി കഴിക്കണതാണ് എനിക്കിഷ്ടം. അപ്പോൾ തിക്നെസ് കുറച്ചും കൂടെ വേണമെന്നുണ്ടെങ്കിൽ ഇത്രയും വെള്ളം ഒഴിക്കേണ്ട കേട്ടോ. പിന്നെ കുറച്ചൊന്ന് തിളയ്ക്കുമ്പോൾ കുറച്ചും കൂടെ തിക്കായിട്ട് മാറും. ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ പൊട്ടറ്റോ താല്പര്യം ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലോട്ട് അല്പം കോൺഫ്ലോർ കുറച്ച് വെള്ളത്തിൽ കലക്കി ഒഴിക്കുക, അല്ലെങ്കിൽ വഴറ്റുന്ന സമയത്ത് തന്നെ 1 ടേബിൾ സ്പൂൺ ആട്ട അല്ലെങ്കിൽ മൈദ ചേർത്ത് കൊടുത്താൽ മതിയാകും. ഞാനിതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കട്ടെ. ഉപ്പൊക്കെ കുറവായിരിക്കും, ഉപ്പ് എന്തായാലും ചേർത്ത് കൊടുക്കേണ്ടി വരും, കാരണം നമ്മൾ വഴറ്റുമ്പോൾ ഇച്ചിരി ഉപ്പല്ലേ ചേർത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഉപ്പ് കുറച്ച് കുറവാണ്. മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സൂപ്പാണ്. ഞാൻ ഓൾറെഡി ഒരു 3 സൂപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ വീഡിയോ. ഇനി തീർച്ചയായിട്ടും സൂപ്പിൻ്റെ വീഡിയോസ് കൂടുതൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കാം.
അപ്പോൾ ഇതൊന്ന് നന്നായി തിളക്കട്ടെ. അതുപോലെ തന്നെ ഇപ്പോൾ ഇത് പിള്ളേർക്ക് കൊടുക്കാനാണ് ഞാൻ ഇങ്ങനെ ഉണ്ടാക്കുന്നത്. പക്ഷേ ഞാനും ജാനും മാത്രമൊക്കെ കഴിക്കണമെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന മഷ്റൂം ബ്രൊക്കോളി കൂട്ടിലേക്ക് ഒരു അല്പം മാത്രം മാറ്റി വെക്കും. എന്നിട്ട് അവസാനം ഇതിലേക്കും ഇട്ട് കൊടുക്കുക. അപ്പോൾ ഒന്ന് കടിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഞാൻ ചെയ്യുന്നത്. മക്കൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടമല്ല, അങ്ങനെ കടിക്കാൻ കിട്ടുന്ന ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഇതിൽ ചെയ്യാതിരുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒന്ന് കടിക്കണം എന്നുണ്ടെങ്കിൽ അത് ഇച്ചിരി ഒന്ന് മാറ്റി വെച്ചിട്ട് അവസാനം സൂപ്പിലോട്ട് ഇട്ട് കൊടുത്താൽ മതിയാകും. അല്ലെങ്കിൽ പിന്നെ നമ്മൾ സാധാരണ ചെയ്യാറുള്ള പോലെ തന്നെ ബ്രെഡ് ക്രംസ് നമുക്ക് സൂപ്പിലോട്ട് ഇടാം. ഈ പെപ്പർ പൗഡറിൻ്റെ ഉപ്പിൻ്റെ അളവൊക്കെ സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് മാറ്റം വരുത്തണം കേട്ടോ. നമ്മുടെ സൂപ്പ് നന്നായി തിളയ്ക്കാൻ തുടങ്ങിയിട്ടോ. ഇനി നമുക്ക് ഓഫ് ചെയ്യാം. ഒരുപാട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇരിക്കുന്ന ഒരു തിക്നെസ് കൂടും. അപ്പോൾ അത് ഇരുന്നിട്ട് അഥവാ ഒരുപാട് തിക്കായിട്ടുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളം എടുത്ത് ഒഴിച്ച് മിക്സ് ചെയ്താൽ മതി. അപ്പോൾ ഇത്രയുള്ള പരിപാടി ഞാൻ ഓഫ് ചെയ്യുകയാണേ. ഇനി നമുക്ക് സൂപ്പിൻ്റെ ബൗളിലോട്ട് മാറ്റാം. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കും. ഞാൻ ഫൈനലായിട്ട് ഇതിൻ്റെ ടേസ്റ്റ് നോക്കട്ടെ. അടിപൊളി, എല്ലാം പെർഫെക്റ്റ് ആയിട്ടുണ്ട്. പിന്നെ എല്ലാവർക്കും ഇതിൻ്റെ സ്വാദ് ഇഷ്ടമാവുമെന്ന് എനിക്കറിയില്ല, ബ്രൊക്കോളിയും മഷ്റൂമിൻ്റെ ഒക്കെ. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യുമ്പോൾ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രമല്ലേ നിങ്ങൾ ഉണ്ടാക്കി നോക്കുള്ളൂ അല്ലേ. അപ്പോൾ എന്തായാലും ചെറിയൊരു അളവിൽ ഉണ്ടാക്കി നോക്കിയാൽ മതി. ആദ്യമായിട്ട് ഉണ്ടാക്കി നോക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പിന്നെ കൂടുതൽ അളവിൽ ഉണ്ടാക്കാമല്ലോ. ഞാൻ പറഞ്ഞ പോലെ മഷ്റൂം വെച്ചിട്ട് തനിയെ ഉണ്ടാക്കാം, അല്ലെങ്കിൽ ബ്രൊക്കോളി വെച്ച് തനിയെ ഉണ്ടാക്കാം. അപ്പോൾ എന്തായാലും ഉണ്ടാക്കി നോക്കിയതിന് ശേഷം എനിക്ക് അഭിപ്രായം പറയാൻ മറക്കരുത്. പിന്നെ നമ്മുടെ വീഡിയോസൊക്കെ കാണാൻ മറക്കരുത്. ഇതിന് മുമ്പ് ഉണ്ടാക്കിയിരുന്ന ബ്രൊക്കോളി തോരൻ ഒരുപാട് പേര് ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് അറിഞ്ഞാൽ ഒരുപാട് സന്തോഷം. പക്ഷേ ഒരുപാട് പേര് കണ്ടിട്ടില്ല. അപ്പോൾ അടുത്ത അടിപൊളിയായിട്ടുള്ള വീഡിയോ ആയിട്ട് കാണുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക് യു. നമുക്ക് 2 അതിഥികളുണ്ടല്ലോ. കുട്ടികളെ എവിടേക്കാ മക്കളെ? കിളിക്കുട്ടികൾ വന്നേക്കണ നോക്കി. ഞാൻ വെറുതെ ആ ജനലൊന്ന് തുറന്നിട്ട് വെച്ചതാ. ഹലോ പോയി. ആഹാ, ഡൈനിങ് ടേബിളിലേക്കൊക്കെ വരാറായ? ഞാൻ വീഡിയോ എടുത്തിട്ട് സാധനങ്ങളൊന്നും എടുത്തു വെച്ചിട്ടില്ല. ഡൈനിങ് ടേബിളിൽ വന്ന് എന്തെങ്കിലും ഉണ്ടോ ഡൈനിങ് തിന്നാൻ കൊടുക്കാൻ? എന്തെങ്കിലും കൊടുക്ക. പോയി.